ഞാനിതെല്ലാം ജോയിൻറ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, 3 പീസായിട്ട് ജോയിൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ, അത്രയും സമയം വെറുതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ 3 പീസും ജോയിൻറ്റ് ചെയ്തു. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, 3 പീസും ജോയിൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിത് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. ഓവർലോക്ക് ചെയ്ത് സൈഡ് തുമ്പ് 2 സൈഡിലിട്ടിട്ട് അയൺ ചെയ്തെടുത്തു. ഇത്രയും ചെയ്യുക കണ്ടോ, ഇത്രയും ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് കൊണ്ട് മാറ്റി വെക്കാം. ഇതും അതുപോലെ തന്നെ നെറ്റ് നമ്മൾ കട്ട് ചെയ്തത് മൊത്തം നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു കണ്ടോ. 3 പീസായിട്ട് ജോയിൻറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇനിയാണ് നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്തെടുക്കാനുള്ളത്. ആദ്യം ഒരു പീസ് എടുക്കാം. നമുക്ക് ഇത് കറക്റ്റായിട്ട് മടക്കിയിടണേ. ഇതിൻ്റെ ഇതെല്ലാം കറക്റ്റ് തന്നെ വെക്കാം. നേരെ ഇടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡിയുടെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ലൈൻ കറക്റ്റ് ചെയ്യുക, ലെവൽ ചെയ്യണം ഇത് കറക്റ്റായിട്ട്. ഓക്കെ, അത് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് ബാക്ക് കഴുത്ത് നമുക്കൊരു 1.5 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ, 1.5-2 ഇഞ്ചൊക്കെ ബാക്ക് നെക്ക് വരുന്നുള്ളൂ. ഫ്രണ്ട് നെക്ക് നമുക്ക് ഇറങ്ങിയാണ് വരുന്നത്. അതായത് ഹൈനെക്ക് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അന്നേരം ഇതിൻ്റെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡർ സ്ലോപ്പിൻ്റെ കാൽക്കുലേഷനൊക്കെ എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഷോൾഡർ വന്നേക്കുന്നത് 15 ഇഞ്ചാണ്. ഷോൾഡർ വന്നേക്കുന്നത് 15 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കൊടുക്കേണ്ടത്, ഇപ്പം ഞാൻ അളവ് പറയാം, നോട്ട് ചെയ്ത് വെച്ചു. ഏത് അളവ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണമല്ലോ. ഒരു 13.5 ഇഞ്ചോട് തുടങ്ങാം. ഒരു 13 ഇഞ്ച്, 14 ഇഞ്ച്, 15 ഇഞ്ചൊക്കെയാണ് ബോഡിയുടെ ഷോൾഡർ വരുന്നതെങ്കിൽ, നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കുമ്പോൾ ഷോൾഡർ വരുന്നെങ്കിൽ നമ്മൾ 1 ഇഞ്ച് സ്ലോപ്പ് കൊടുത്താൽ മതി. 16 ഇഞ്ച്, 17 ഇഞ്ച്, 18 ഇഞ്ചൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 1.25 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. 19 ഇഞ്ച്, 20 ഇഞ്ച് അതിന് മുകളിലോട്ട് വരുമ്പോൾ 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഷോൾഡർ വരുന്ന 15 ഇഞ്ചാണ്. 15 ആകുമ്പോൾ നമ്മൾ 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യണം. ഇതിന് ഞാൻ ഇത് ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും തമ്മിൽ വ്യത്യാസത്തിലാണ് എടുക്കുന്നത്. കാരണം എല്ലാവരുടെയും ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഫ്രണ്ട് ഷോൾഡറിന്റെ അളവല്ല ബാക്ക് ഷോൾഡർ വരുന്നത്. ബാക്ക് വിരിവിനകത്ത് കൂടുതലും ഫ്രണ്ട് ഒതുങ്ങിയായിരിക്കും വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെങ്കിലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബോഡിയിൽ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഷോൾഡർ ഫ്രണ്ടും ബാക്കും 2 അളവായിരിക്കും വരുന്നത്. അതിന് ബാക്കിലെ ഷോൾഡർ ആണല്ലോ നമ്മൾ എടുക്കാറുള്ളത്. അതിന് ഇവിടെ ബോഡി ഷോൾഡർ വന്നിരിക്കുന്നത് 15 ആണ്. അതിന് ഫ്രണ്ട് ഷോൾഡർ ആണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് 15 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. എത്രയാണോ ബോഡി ഷോൾഡർ വരുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അത് എത്ര കിട്ടും? ഇവിടെ 15 ആണ്, 1 ഇഞ്ച് കുറച്ചപ്പം 14 കിട്ടി. 14ന്റെ പകുതി 7 ഇഞ്ച്. ആ 7 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ഫ്രണ്ടിൽ കേട്ടോ. കണക്ക് നോട്ട് ചെയ്ത് വെച്ചോണം. 7 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കൈക്കുഴി ഇറക്കുന്നത് എങ്ങനെയാണെന്നാണ്. കൈക്കുഴി ഇറക്കുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പവഴിയുണ്ട്. അതായത് നമുക്ക് ഇവിടെ വണ്ണം വന്നേക്കുന്ന ചെസ്റ്റ് 35 ആണ് അല്ലേ. ചെസ്റ്റ് 35 ആണ്. ബ്രസ്റ്റ് വന്നേക്കുന്നത് 37 ആണ്. വേസ്റ്റ് വണ്ണം 34 ആണ്. ഞാൻ ഈ പാനൽ എടുക്കാൻ നേരത്ത് പറഞ്ഞായിരുന്നല്ലോ മെഷർമെന്റ്സ്. അന്നേരം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, കൈക്കുഴി എടുക്കാനെ കൊണ്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനെ കൊണ്ട് നമ്മൾ ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് നോക്കാം. ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 35 ആണ്. 35 നമ്മൾ ബ്രസ്റ്റിന്റെ പോർഷനിലൊക്കെ വണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലായിരുന്നു. 3 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് ലൈനിങ് ആയതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ആ സെയിം ലൂസ് തന്നെയാണ് ഇവിടെ ചെസ്റ്റിന്റെ പോർഷനിൽ കൊടുക്കണ്ടേ. 35ന്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുമ്പോൾ 38 ആണ് നമുക്ക് ചെസ്റ്റ് വണ്ണം വരുന്നത് അല്ലേ. ഈ 38ന്റെ 4 എടുക്കുക. 38ന്റെ 4 പറയുമ്പോൾ എത്ര വരും? 9.5 വരും അല്ലേ. 9.5 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുക. അതിന് എത്ര വരും? 9.5 നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 8.25. 8.25 കറക്റ്റായിട്ട് ഈ ഷോൾഡറിന്റെ നമ്മൾ മാർക്ക് ചെയ്തില്ല അവിടെ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഈ ഷോൾഡർ ലൈനിൽ നോക്കുക. 8.25 കറക്റ്റ് വെക്കുക. വെച്ചിട്ട് ഈ ഷോൾഡറിന്റെ ലൈൻ എവിടെയാണ് വന്നതെന്ന് നോക്കുക. 1.25 ഇഞ്ചിന്റെ അവിടെയാണ് ഈ ഷോൾഡർ വന്നേക്കുന്നത് കണ്ടോ. വളരെ എളുപ്പത്തിൽ ആം ഹോൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിന്റെ ലൂസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് നോക്കുക. 38. 38നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് എത്ര കിട്ടും? 9.5. അതാണല്ലോ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ആ 9.5യിൽ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് കുറയ്ക്കുക. 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 8.25. ആ 8.25 കറക്റ്റ് ആക്കി ഇവിടെ വെക്കുക. ഷോൾഡർ ലൈനിൽ വെക്കുക.
ഷോൾഡർ ലൈനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ലൈൻ ഏത് അളവിലാണ് വന്നേ നോക്കുക. 1.25 ഇവിടെ വന്നിരിക്കുന്നത്. ആ 1.25 നമ്മൾ ഈ രണ്ടാമത്തെ ലൈനിൽ വെക്കുക. 1.25 രണ്ടാമത്തെ ലൈനിൽ കണ്ടോ, 1.25 നമ്മൾ രണ്ടാമത്തെ ലൈനിൽ വെച്ചു. 1.25 രണ്ടാമത്തെ ലൈനിൽ വെച്ചിട്ട് നമുക്ക് ആം ഹോൾ എത്രയാണ്? ബോഡിയുടെ ആം ഹോൾ 15 നമുക്ക് എത്രയാണ് വേണ്ടേ? 1.5 ഇഞ്ച് ലൂസ് കൂട്ടി 16.5. 16.5യുടെ പകുതി എത്രയാണ്? 8.25. ആ 1.25 ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് 8.25 എവിടെയാണോ അത് അവിടെ മാർക്ക് ചെയ്യണം. 8.25 അവിടെ മാർക്ക് ചെയ്യണം. അത് നമുക്ക് ആം ഹോൾ എത്ര ഇറങ്ങി വന്നേക്കുന്നത്? കൈക്കുഴി ഇറങ്ങി വന്നേക്കുന്നത് 6.5 ഇഞ്ചാണ്. ഇത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. ഇതൊരു എളുപ്പവഴിയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് ഓൺ എത്രയാണ് വരുന്നത്? നമുക്ക് 38 അല്ലേ, ലൂസ് കൂട്ടിയത് 38. അവിടെ നമ്മൾ കണക്ക് കൂട്ടിയല്ലോ 38 38ന് 4 9 റേഞ്ച്. ആ 9 റേഞ്ച് ചെസ്റ്റ് ഓൺ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ഓൺ വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. മാർക്ക് ചെയ്യുക. ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആം ഹോൾ വരച്ചിട്ട് അളന്ന് നോക്കാം. നമുക്ക് എത്രയാണ് ആം ഹോൾ വേണ്ടേ? 15. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ എടുത്തില്ലായിരുന്നോ? 16.5 അല്ലേ, 1.5 ഇഞ്ച് ലൂസർ കൂട്ടി 16.5 എടുത്തത്. അതിന് ഇവിടെ 16.5യുടെ പകുതി 8.25 ഇവിടെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കണം. നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാം. ഈ കൈക്കുഴിയുടെ ഈ മുകളിലത്തെ ലൈൻ നോക്കണ്ട കേട്ടോ. ഇതാണ് ഷോൾഡർ സ്ലോപ്പിന്റെ ലൈൻ. ഇതാണ് ഈ മുകളിലത്തെ ലൈൻ നോക്കണ്ട, നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ചെന്നുള്ളതേ ഉള്ളൂ. 6.5 ഇറങ്ങി വന്നത്. 6.5യുടെ പകുതി 3.25. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് കേട്ടോ. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച്. അതിനുശേഷം ആം ഹോൾ കർവ് ഈ 1/2 ഇഞ്ച് ടച്ച് ചെയ്യണം. ഈ ലൈനെ ടച്ച് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ ഈ ആം ഹോൾ കർവ് നിൽക്കണം. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ, ഈ ലൈനെ ടച്ച് ചെയ്യണം. ഈ 1/2 ഇഞ്ച് ടച്ച് ചെയ്യണം. ഈ ഒരു മാർക്ക് വന്നിട്ടുണ്ടല്ലോ ഷോൾഡർ സ്ലോപ്പിന്റെ, അവിടെ ടച്ച് ചെയ്യണം. കണ്ടോ, എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, ആം ഹോൾ വരച്ചു. ഇനി നമുക്ക് ഷോൾഡറിന്റെ സ്ലോപ്പും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നത് എവിടെ തൊട്ടാണ് സ്ലോപ്പ് വരുന്നതെന്നുള്ളത് നമുക്ക് എത്രയാണോ ഷോൾഡർ അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിന് ഇവിടെ ഷോൾഡർ വന്നേക്കുന്നത് 15. എത്ര ഷോൾഡർ ആണോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് ഇവിടെ 15 ആയതുകൊണ്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3 ഇഞ്ച് കിട്ടി. ആ 3 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് വേണം ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാൻ. അത്രേ ഉള്ളൂ. കണ്ടോ, എന്നിട്ട് നമുക്ക് അളന്ന് നോക്കാം. ഈ ലൈനെ കൂടെ തന്നെ അളന്ന് നോക്കണേ. കണ്ടോ, 8.25 കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ ആം ഹോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചെസ്റ്റിന്റെ ലൈൻ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെടുത്ത രീതി മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് എടുക്കേണ്ടത്, നമ്മൾ ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഷോൾഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ആം ഹോളിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനെ കൊണ്ട് നമുക്ക് എത്രയാണോ ചെസ്റ്റ് വണ്ണം, ഏതളവാണേലും ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിനോട് ലൂസ് കൂടെ ആഡ് ചെയ്യുക. അതിന്റെ 4 എടുക്കുക. ഇവിടെ 35ന്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് ലൂസ് കൂടെ ആഡ് ചെയ്ത് 38. അതിന്റെ 4 എത്ര വരും? 9.5 വരും. എത്രയാണോ നമുക്ക് ആ 4 കിട്ടുന്നത് അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കണം. ഇവിടെ നമുക്ക് 9.5 വന്നു, 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 8.25. ഇപ്പം 10 ഇഞ്ചാ വരുന്നെങ്കിൽ അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുക. 11 ഇഞ്ചാണെങ്കിൽ അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുക. എത്രയാണോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുക. 9.5 കിട്ടിയത് മനസ്സിലായല്ലോ. അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 8.25. ആ 8.25 ഈ ഷോൾഡറിന്റെ രണ്ടാമത്തെ ലൈൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് 8.25 വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടേപ്പ് വെച്ച് നോക്കണം. അന്നേരം ഈ ഷോൾഡർ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ഇവിടുന്ന് താഴോട്ട് ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തിയ ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ടേപ്പിൽ എവിടെയാണ് വരുന്നത് നോക്കുക. ഇത് 1.25 ഇഞ്ചിന്റെ അവിടെ വന്നേ. ഈ 1.25 ഇഞ്ച് അവിടെ തന്നെ രണ്ടാമത്തെ ലൈനിൽ കറക്റ്റ് ആയിട്ട് വെക്കുക. കണ്ടോ, മുകളിലെ ലൈനിലല്ല, രണ്ടാമത്തെ ലൈനിൽ 1.25 ഇഞ്ച് കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ബോഡി ആം ഹോൾ എത്രയാണെന്ന് നോക്കുക. അതിനോട് ലൂസ് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എത്രയാണോ നമുക്ക് ആം ഹോൾ വേണ്ടേ ആ അളവ് ഇവിടെ താഴോട്ട് ഇറക്കുക. അത്രേ ഉള്ളൂ. അതായത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 15 ഇഞ്ചാണ് ബോഡി ആം ഹോൾ. അന്നേരം 1.5 ഇഞ്ച് ലൂസർ കൂടുമ്പോൾ 16.5. 16.5യുടെ പകുതി 8.25 നമുക്ക്. അങ്ങനെയാണല്ലോ 8.25 നമ്മൾ സ്ലീവ് കട്ട് ചെയ്തത്. 8.25 കിട്ടേണ്ടത് നമുക്ക് റൗണ്ട് ആം ഹോളിന്റെ റൗണ്ട് 1 സൈഡ് 8.25 കിട്ടണം. ആ 8.25 കറക്റ്റ് ആയിട്ട് ടേബിൾ വെക്കുക. 1.25 ഇവിടെ വെച്ചിട്ടാണ് 8.25 ഇവിടെ വെക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 1.25 വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 8.25 വെക്കുക, അവിടെ മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് വെച്ച് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് അളന്ന് നോക്കുക, കറക്റ്റ് ആയിട്ട് കിട്ടും. ചിലപ്പം ചില ബോഡിയുടെ മെഷർമെന്റ്സ് അനുസരിച്ച് ശകലം വ്യത്യാസം വരാം. അങ്ങനെ നമ്മൾ ചെസ്റ്റ് ലൈൻ മുകളിലോട്ട് കയറ്റിയോ താഴോട്ട് ഇറക്കിയോ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്രസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. ഷോൾഡർ ടു ബ്രസ്റ്റ് വരുന്നത് 10ഉം തയ്യൽ തുമ്പ് കൂട്ടി 10.5 ഇഞ്ചാണ് വരുന്നത്. അത് കഴിഞ്ഞ് വേസ്റ്റ് വണ്ണം വരുന്നത് 15ആണ്. 1/2 ഇഞ്ചോടെ കൂട്ടി 15.5. ഓക്കെ, ഈ 2 ലൈനുകൾ നമുക്ക് മാർക്ക് ചെയ്യാം.
ഓക്കെ, ഇവിടെ നമുക്ക് ബ്രസ്റ്റ് വണ്ണം എത്രയാണ് വരുന്നത്? ബ്രസ്റ്റ് വണ്ണം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു അല്ലേ? ബ്രസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 37 ആയിരുന്നു. 37 കൂടെ നമ്മൾ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് 40 ആയിരുന്നു അല്ലേ? 40 ആകുമ്പോൾ 10 ഇഞ്ച് വരും. 10 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. വേസ്റ്റ് വണ്ണം വരുന്നതോ? വേസ്റ്റ് വണ്ണം 34 ആയിരുന്നു. അതിനോട് നമ്മൾ 3 ഇഞ്ച് ലൂസ് കൂടെ ആഡ് ചെയ്തു. അന്നേരം 37. 37 ആകുമ്പോൾ 9.25. 9.25 മാർക്ക് ചെയ്യും. താഴോട്ടുള്ളത് പിന്നെ ഹിപ്പിൻ്റെ അളവൊന്നും വേണ്ടല്ലോ. ഇത് 3 പീസ് ആയതുകൊണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് പോവുക ചെയ്യുന്നത്. അത് നിങ്ങളുടെ എത്രയാണോ ഫ്ലെയർ കൊടുക്കേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെയാണ് ബ്രസ്റ്റിന്റെ വണ്ണം വന്നേക്കുന്നത്. സോറി, ഇവിടെയാണ് ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത്. അത് നമ്മൾ ഇത് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയൊരു കർവായിട്ട് കൊടുക്കുക. അതിലൂടെ അരയിഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ അരയിഞ്ച് നമുക്കൊരു ടക്കായിട്ട് എടുക്കണം. അങ്ങനെയാണ് ചെയ്യണ്ടേ. ഇത് കാരണം നമുക്ക് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെസ്റ്റും ബ്രസ്റ്റും നമ്മൾ ഇങ്ങനെ വന്നു, പിന്നെ നമ്മൾ ഇങ്ങനെ മാറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ ഇരിക്കും. അത് തയ്ച്ച് കഴിയുമ്പോഴും ഈ സൈഡ് പോർഷൻ ഇങ്ങനെ ഇരിക്കും. ഭയങ്കര വൃത്തികേടാണ്, ലൂസ് കയറി വരും. ഇവിടുന്ന് ചെറിയൊരു ഷേപ്പേ കൊടുക്കാവുള്ളൂ. ഒത്തിരി നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടുവരരുത്. ഇതുപോലെ ഹിപ്പ് കർവ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ചെസ്റ്റ് വണ്ണം ഇവിടെ അല്ലേ നമ്മൾ എടുത്തേക്കുന്നേ. അന്നേരം അവിടുന്ന് ഇത് എത്ര അകലം ഉണ്ടെന്ന് നോക്കുക. ഇത് 1/2 ഇഞ്ച് വരുന്നുണ്ട്. ആ 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ ടക്കായിട്ട് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ചെസ്റ്റ് ഒതുങ്ങിയിരിക്കും. ബ്രസ്റ്റിന് ആവശ്യമുള്ള ലൂസ് കിട്ടും. വേസ്റ്റ് വണ്ണം നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യാനും കൊണ്ട്. ഓക്കെ, ഈ ടക്ക് കൊടുക്കാനും കൂടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ബ്രസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ 10 എടുക്കുക. ബ്രസ്റ്റ് വണ്ണം 40 ആണ്. 10 എടുക്കുമ്പോൾ 4 ഇഞ്ച്. അതിൽ 4 ഇഞ്ച് മാറിയിട്ട് വേണം ബ്രസ്റ്റിൻ്റെ പോയിന്റ് വരുന്നത്. അവിടെ നിന്ന് വേണം നമുക്ക് ടക്ക് കൊടുക്കാൻ. ടക്ക് നമ്മൾ ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ പ്രത്യേകിച്ച് കണക്കല്ല. നമുക്ക് ഈ ഒരു കഷത്തിലോട്ട് കയറി പോരുത്, മുകളിലോട്ടും കയറി പോരുത്. ആ രീതിയിൽ വേണം ടക്ക് കൊടുക്കാൻ. അത് ബോഡിയുടെ അനുസരിച്ച്, ആം ഹോൾ ഇറങ്ങി വരുന്നതിൻ്റെ അനുസരിച്ച് ആ ചരിവിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 1/2 ഇഞ്ച് ടക്ക് കൊടുക്കുക. 1/2 ഇഞ്ച് ടക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ എത്രയാണോ അകലം വന്നേ അത് ഇവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതായത് കറക്റ്റ് പിടിക്കുമ്പോഴത്തേന് ആം ഹോളും കറക്റ്റ് ആയിക്കോളും, ഇവിടുത്തെ ലൂസും കുറയുകയും ചെയ്യും. ഓക്കെ, അത് റെഡി ആയല്ലോ. ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. ഇവിടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ വണ്ണം കൂടുന്നതനുസരിച്ച്, ബ്രസ്റ്റ് വണ്ണം കൂടുന്നതിനനുസരിച്ച് ആം ഹോളിന്റെ ടക്കിന് വീതി കൂടും. കാരണം ഈ ഷേപ്പ് അനുസരിച്ച്. അന്നേരം ആം ഹോൾ ടക്ക് മാത്രമല്ല നമ്മൾ ഇടുന്നത്, ബ്രസ്റ്റിന്റെ പോർഷനിൽ നിന്നും ടക്ക് ഇടും. അത് വലിയ സൈസൊക്കെ ഉള്ളത് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെയും ടക്ക് ഇടും. ഇവിടെയും ടക്ക് ഇട്ട് ഇവിടെയും ടക്ക് ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അത് ഒരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ കൂടുതലൊക്കെ വണ്ണം വരുന്നതിനാണ്. അല്ലാതെയൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഷേപ്പ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സൈഡ് കറക്റ്റ് ചെയ്ത് വിടണേ. ഇത്രേ ഉള്ളൂ ഫ്രണ്ട് പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടിവശം നമുക്കൊന്ന് ലെവൽ ചെയ്യാനുണ്ട്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ടക്കിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ കറക്റ്റ് മാറിങ് എവിടെയാണോ വരുന്നത് അത് കറക്റ്റ് മാർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തെ സൈഡ് നമുക്കിത് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. കാരണം നമുക്ക് സൈഡ് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് അളന്ന് നോക്കേണ്ടി വരത്തില്ല. കറക്റ്റ് മാർഗയിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ടക്കെല്ലാം കറക്റ്റായിട്ട് തന്നെ പോയിന്റ് കറക്റ്റായിട്ട് തന്നെ എടുക്കണേ.
ഓക്കെ, ഫ്രണ്ട് പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്യണം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യണം. അതിന് ബാക്ക് പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് ഇടാം. ഇത് നമ്മൾ ഒരുമിച്ച് മാർക്ക് ചെയ്യരുത് കേട്ടോ, ഷോൾഡറൊക്കെ രണ്ടായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ബാക്ക് എടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ട് കറക്റ്റ് വെക്കണം. ഫ്രണ്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കി വെക്കാവുള്ളൂ കേട്ടോ. ഫ്രണ്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇറക്കി വെക്കാവുള്ളൂ ബാക്കിൻ്റെ അപേക്ഷിച്ച് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലൈൻ നമുക്ക് കറക്റ്റ് വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഈ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, ഇത് ഈ ലൈൻ ഒന്ന് കറക്റ്റ് ഈ ലെവൽ ചെയ്യുവാണേ. 1/2 ഇഞ്ച് ഇറക്കി വെക്കാവുള്ളൂ കേട്ടോ. കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടുത്തെ ഇത് നമ്മൾ ഫ്രണ്ട് ഷോൾഡർ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനും ഈ കറക്റ്റ് ഈ ഒരു മാർക്കിങ്ങും വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് 1/2 ഇഞ്ച് കുഴിച്ചെടുത്തത് ഫ്രണ്ട് ഷേപ്പ് എടുത്ത് ആ ഒരു ലൈന് ബാക്കിലോട്ട് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് ഷോൾഡർ എത്രയാണെന്ന് നോക്കണം. ബാക്ക് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണ്? 15. 15ൻ്റെ പകുതി എടുക്കുക, 7.5. അത് മാർക്ക് ചെയ്യുക. 7.5 മാർക്ക് ചെയ്തു. 7.5 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ എത്ര എടുത്തേ? 3 അല്ലേ എടുത്തേ? 3 എങ്ങനെ എടുത്തേ? ഇവിടുന്ന് നമുക്ക് സ്ലോപ്പിനുള്ള അകലം 3 എങ്ങനെ എടുത്തേ? നമുക്ക് എത്രയാണോ ഷോൾഡർ വരുന്നത് അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15 ആയിരുന്നു ഷോൾഡർ, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 ഇഞ്ച് കിട്ടി. പക്ഷെ നമ്മൾ ബാക്ക് എടുക്കുമ്പോൾ 3.5 എടുക്കേണ്ടത് കേട്ടോ. 3.5 എടുത്ത് മാർക്ക് ചെയ്യണം. അവിടുന്ന് വേണം സ്ലോപ്പ് പോകാൻ. അവിടുന്ന് സ്ലോപ്പ് പോകേണ്ടത് ഈ ഒരു പോയിന്റിലോട്ടാണ് കേട്ടോ, ഇവിടോട്ടാണ്. ഇവിടെ നമ്മൾ 7.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയില്ലേ, അവിടോട്ടാണ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ആം ഹോൾ കർവ് വെച്ച് മാർക്ക് ചെയ്യേണ്ടത് ഇത് ഫ്രണ്ട് അങ്ങ് മാറ്റാം. ആം ഹോൾ കർവ് വെക്കുമ്പം ഈ ഒരു ലൈൻ ഇവിടെ വരണം, ഇത് ഇതേ മുട്ടണം. ഈ ഒരു പോയിന്റിൽ തന്നെ ഈ ആം ഹോൾ കർവ് കറക്റ്റായിട്ട് വെക്കണം. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണം എത്രയാണ് നമുക്ക് വേണ്ടേ? 38 അല്ലേ? 38 ആകുമ്പോൾ 9.5. ആ 9.5 ഇഞ്ച് കറക്റ്റായിട്ട് ബാക്കിൽ അടയാളപ്പെടുത്തുക. കണ്ടോ? 8.25 ഇഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടും. 8.25 വേണ്ടേ? 16 അല്ലേ ഷോൾഡർ വരുന്നത്, അത് 8.25 കിട്ടും. ഇവിടെ ഇങ്ങനെ അളന്നപ്പോൾ 8.25 കിട്ടി. തയ്യൽ തുമ്പ് വിട്ടിട്ടില്ലെന്ന് ചിലപ്പോൾ സംശയം നിങ്ങൾ ചോദിച്ചേക്കാം. അത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. കാരണം തയ്യൽ തുമ്പ് ഇവിടെ വിടണമെന്ന് പറയുമ്പം ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടെ ആണല്ലോ സ്റ്റിച്ച് വരുന്നത്, ഇതുവരെയാണല്ലോ കട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അളന്നാലും തയ്യൽ തുമ്പ് വിട്ട രീതിയിൽ കിട്ടും. കണ്ടോ? കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് വിട്ടിളക്കുക. കണ്ടോ? 8.25 ഇവിടെ ആണ് വരുന്നത്. അന്നേരം ഇത്രയും തയ്യൽ തുമ്പ് കിട്ടും. അത് ഞാൻ നേരത്തെയുള്ള ക്ലാസ്സിൽ ബ്ലൗസിന്റെ സെക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഈ ഒരു ലൈനെ കൂടെ തന്നെ അളക്കുമ്പം എത്രയാണോ കിട്ടുന്നത് ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടണമെന്നാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് 4 ഇഞ്ചോടെ മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ തയ്യൽ തുമ്പ് മാറ്റി വെച്ചിട്ട് അളക്കുമ്പം ചിലപ്പോൾ കറക്റ്റായിട്ട് അളവ് കറക്റ്റ് കിട്ടത്തില്ല. ഈ ഒരു ലൈനെ കൂടെ തന്നെ അളക്കുമ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവായിരിക്കും. ഇതിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന തയ്യൽ തുമ്പിന്റെ ആ ഗ്യാപ്പ് ഇട്ട് അളക്കുമ്പം ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കിട്ടുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ കാണിക്കണം വേണ്ടേ? ഈ ലൈനെ കൂടെ നമ്മൾ അളക്കുമ്പം കണ്ടോ 8.25 ഇഞ്ചാണ് ഇവിടെ കിട്ടിയത്. കണ്ടോ? ഈ ലൈനിലാണ് 8.25 ഇഞ്ച് കിട്ടി.
നമ്മൾ തയ്യൽ തുമ്പ് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. ഇവിടെ ഇത് ഈ ലൈനുകളാണല്ലോ കട്ട് ചെയ്ത് പോകുന്നത്. ആ കട്ട് ചെയ്ത് ഭാഗത്തൂടെ അളന്നാൽ തന്നെ നമുക്ക് കറക്റ്റ് ആംബോൾ കിട്ടിക്കോളും. തയ്യൽ തുമ്പ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. അതെങ്ങനെയാണ് വരുന്നത്? ഇവിടുത്തെ തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ട് അളക്കണം. ഇതുവഴിയാണല്ലോ വരുന്നത് തയ്ച്ച് കഴിയുമ്പോൾ ഉള്ളത്. അന്നേരം എവിടെ വരും? 8.25. കണ്ടോ, 8.25 ഇവിടെ വരും. പിന്നെ നമുക്ക് ഇത്രയും തയ്യൽ തുമ്പ് ഇവിടെ കിട്ടും. അത് 2 രീതി അളന്നാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പിന്നെ ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ മാർഗിങ് കറക്റ്റ് വെച്ചിട്ട് വേണം സൈഡ് മാർക്ക് ചെയ്യാൻ. ഇവിടെ ഫ്രണ്ട് കൂടുതലായിരിക്കും പറ്റുന്നത്, കാരണം ടക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ബാക്കി ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടിവശം ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ അടിവശവും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ലൈനിങ് വെച്ച് ഒറിജിനൽ തുണി കട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മൾ ഒറിജിനൽ തുണി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇടണേ. നമ്മൾ 3 പീസ് വെച്ചിട്ട് ഇത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ലൈനിങ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഇതേ വെച്ച് കറക്റ്റ് കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ചുരിദാർ കട്ട് ചെയ്തില്ല, അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഫ്രണ്ട് പീസ് എടുക്കാം. കറക്റ്റായിട്ട് ഫ്രണ്ട് ഇടണം. ഇത്രേ ഉള്ളൂ. ഫ്രണ്ടും ബാക്കി നമ്മൾ കട്ട് ചെയ്തു. സ്ലീവ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കഴുത്താണ്. കഴുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു പേപ്പർ ക്യാൻവാസ് ആണ്. കഴുത്ത് നമുക്കൊരു തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഒരു 6 ഇഞ്ച് കൊടുത്താൽ മതി. ഇറക്കമാണ് കേട്ടോ ഫ്രണ്ട് കഴുത്ത്. വൈഡ് നമുക്കൊരു 7 ഇഞ്ച് വൈഡ് കൊടുക്കാം. 7 അല്ല, നമുക്കൊരു 7.5 ഇഞ്ച് വൈഡ് കൊടുക്കാം. 3.25. നമ്മൾ വീനക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി വൈഡ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വി ആയതുകൊണ്ട്.
ഈ വി വരും കേട്ടോ. ഓക്കെ, ഇത് ഫ്രണ്ട് നെക്കാണ്. ബാക്ക് നെക്ക് നമുക്കൊരു 3 ഇഞ്ച് കൊടുക്കാം. വൈഡ് നമുക്ക് ബാക്ക് നെക്കിന്റെ വൈഡ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തതിനേക്കാളും കൂടുതൽ കൊടുക്കണം. കാരണം ബാക്ക് ഷോൾഡർ കൂടുതലും ഫ്രണ്ട് കുറവല്ലേ വരുന്നത്. അതിനത് അളന്ന് നോക്കുമ്പോഴത്തേന് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പം വ്യത്യാസം വരരുത്. കഴുത്തിന്റെ വൈഡ് രണ്ട് വൈഡാണ് വരുന്നത്. ഫ്രണ്ടിലെ വൈഡല്ല ബാക്കിൽ വരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ, കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഫ്രണ്ടിൽ നമ്മൾ എത്ര എടുത്തേ? 7.5 അല്ലേ എടുത്തേ? വൈഡ് എടുത്തേക്കുന്നത് 3.25, 7.5 അന്നേരം 3.25 ഇഞ്ച് നമ്മൾ, ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ, 3.25 ഇഞ്ച് കറക്റ്റായിട്ട് വെക്കണം. വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് എത്ര ഉണ്ട് ഷോൾഡർ നോക്കണം. എത്ര ഉണ്ട്? 3.25 വരുന്നുണ്ട് ഷോൾഡർ. തയ്ച്ച് കഴിയുമ്പോൾ ഷോൾഡർ 3.25 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ലീവ് കിറ്റുമ്പോൾ പോകും കേട്ടോ. 3.25 വരുന്നുണ്ട്. ഈ കഴുത്തിന്റെ വൈഡ് എത്രയാണോ കൊടുത്തത് അത് വെച്ചിട്ട് അളന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഫ്രണ്ട് ഷോൾഡർ വന്നിരിക്കുന്നത് 3.25. അത് നമ്മൾ ചെയ്യേണ്ടത്, ബാക്കിൽ ആ 3.25 ഇഞ്ച് ഷോൾഡറിന്റെ ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കണം. അതാണ് ബാക്കിലെ വൈഡ് കൊടുക്കേണ്ടത്. അങ്ങനെ എഴുതെടുക്കാവുള്ളൂ. കാരണം ഇത് ഫ്രണ്ട് ഷോൾഡർ കുറവും ബാക്ക് ഷോൾഡർ കൂടുതലുമാണ് വരുന്നത്. അങ്ങനെ വേണം ചെയ്യാൻ. ചെയ്ത് കഴിയുമ്പോഴാണ് ഫിറ്റിംഗ് നമുക്ക് കറക്റ്റ് ആവുന്നത്. അന്നേരം നമുക്ക് 3.25 ഇഞ്ച് ഇവിടെ വരും കേട്ടോ. അതിന് എത്ര ഇഞ്ച് വൈഡ് കൊടുക്കാം നമുക്ക്? 4.25 ഇഞ്ച്, 4.5 ഇഞ്ച് വൈഡ് വരും. 4.25 ഇഞ്ച് വൈഡ് വരും കേട്ടോ. 4.25 ആകുമ്പോൾ 9.5 ഇഞ്ച് വരും വൈഡ്. പക്ഷേ ഇറങ്ങിപ്പോവോ കാര്യങ്ങളൊന്നുമില്ല, ഫിറ്റിംഗ് കറക്റ്റ് ആയിരിക്കും. 4.25. നമുക്കൊരു ഈ ഒരു ഷേപ്പ് കൊടുത്താൽ റൗണ്ടാണ്. ഇത് വൈഡ് കൂടിപ്പോത്തൊന്നുമില്ല കേട്ടോ. ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കഴുത്തിന് ഊരിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഫിറ്റിംഗ് കറക്റ്റ് ആയിരിക്കും. നമുക്കിത് ലൈനിങ് തുണിയെ ഒട്ടിച്ചെടുക്കാം. ഇത് ഫ്രണ്ടിൽ ഇത്രയും വൈഡ് വന്നാലും വി ആയതുകൊണ്ട് അധികം വൈഡായിട്ട് തോന്നിക്കത്തില്ല കേട്ടോ. ബാക്കിൽ പക്ഷെ നല്ല വൈഡായിട്ട് കഴുത്ത് വരും. പക്ഷെ അതും കഴുത്തിൽ നിന്ന് ഊരിപ്പോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ബാക്കിൽ ഇത്രയും വൈഡ് വരും. നല്ല വൈഡായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. പുറത്ത് നല്ല വിരിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വരുന്നത്. ഫ്രണ്ട് കഴുത്ത് പക്ഷേ നമുക്ക് വി ആയതുകൊണ്ട് വൈഡ് വരും. പക്ഷെ വി ആയതുകൊണ്ട് ഒതുങ്ങി തന്നെ ഇവിടെ വരുന്നത് കൊണ്ട് വലിയ വൈഡായിട്ട് തോന്നിക്കത്തില്ല.
നമ്മൾ കഴുത്തും എല്ലാം മുട്ടിച്ചെല്ലാം എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചുരിദാർ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് പോർഷൻ ഞാൻ കാണിക്കുന്നില്ല ഇനി, കാരണം നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മളിത് ലൈനിങ് കറക്റ്റ് ഇടുക, ഒറിജിനൽ തുണി കറക്റ്റ് ഇടുക, കഴുത്ത് മുകളിൽ വെക്കുക, അടിക്കുക, മറിച്ചകത്തോട്ടിടുക, അകത്ത് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് എടുത്ത് അതുപോലെ ചെയ്യുക, ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക, സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് അടിക്കുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അടിവശം മടക്കി അടിക്കുക, ഇത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് എൻ്റെ സ്റ്റിച്ചിങ് പോർഷൻ ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നില്ല. എന്തെങ്കിലും സംശയമുള്ളവർ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല.